കൊല്ലം ജില്ലയിലെ കുണ്ട്ര നിയമസഭാ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയിരിക്കുന്നത് ചെറുപ്പക്കാരിൽ ആയ യുവാവായ ശ്രീ റോബിൻ രാധാകൃഷ്ണനാണ്. അദ്ദേഹം ഇവിടെ പരിചിതനല്ലെങ്കിലും അദ്ദേഹത്തെ അറിയുന്ന ജനങ്ങൾ ഉള്ള ഒരു നാട്ടിലേക്കാണ് അദ്ദേഹം ഈ ഇലക്ഷനെ നേരിടാൻ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളും? ഇവിടുത്തെ ജനങ്ങളോട് സമീപിച്ചപ്പോഴും ഈ 2 ദിവസമായിട്ട് ഇലക്ഷൻ പ്രചരണമായിട്ട് കടുത്ത തിരക്കിലാണ്, ചൂടുണ്ട്. എന്താണ് ഈ കുണ്ട്ര എത്തിയപ്പെട്ടപ്പോൾ ഇവിടെ നിന്നും അനുഭവപ്പെട്ട കാര്യങ്ങൾ? ആദ്യമേ തന്നെ ഒരുപാട് സന്തോഷം, കാരണം കർമ്മ ന്യൂസിൽ ആദ്യമായിട്ട് ഒരു ബൈറ്റ് കൊടുക്കാൻ പറ്റില്ല, അതിൽ ഒരുപാട് നന്ദി. രണ്ടാമത്തെ കാര്യം, കുണ്ട്രയിൽ ഇന്ന് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ പെട്ടെന്നാണ് എനിക്ക് ഇതേപോലെ കുണ്ട്രയിൽ ഒരു എന്താ പറയുക സ്ഥാനാർത്ഥിയായിട്ട് കിട്ടി എന്നുള്ളൊരു അറിവ് അവിടുന്ന് പെട്ടെന്ന് വരുന്നത്. സോ ആ സമയത്ത് ഒന്നും എനിക്ക് കുണ്ട്രയെ പറ്റി വേറെ ഒന്നും അറിയത്തില്ല, ഞാൻ ഇതിൽ ജസ്റ്റ് പാസ് ചെയ്ത് പോയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് കുണ്ട്രയെ പറ്റി ബ്രീഫായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ, എന്താണ് കുണ്ട്ര, എന്താണ് അവിടുത്തെ കാര്യങ്ങൾ, എന്താണ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ലാൻഡ്സ്കേപ്പ് കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മാത്രം ഒന്ന് അനലൈസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അറിഞ്ഞു കഴിഞ്ഞ് എൻ്റെ അമ്മ ആക്ച്വലി ട്രിവാൻഡ്രത്ത് പ്രാണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു, ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മേനെ ഞാൻ അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അച്ഛനുണ്ടായിരുന്നു, അച്ഛൻ അനിയത്തിനെ ഏൽപ്പിച്ചതിന് ശേഷം വൈകുന്നേരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞ് രാത്രി 12 മണിക്ക് തിരിച്ചാണ് ഞാൻ 3:30 ഇവിടെ എന്ത് ചെയ്യുന്നത്, കുണ്ട്രയ്ക്ക് എത്തുന്ന. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വന്നു. ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു വെയിറ്റ് ചെയ്യേണ്ട, ഞാനിവിടെ വന്നോളാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് ഇവിടെ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം രാവിലെ 6:30 തൊട്ട് അമ്പലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പ്രചരണം സ്റ്റാർട്ട് ചെയ്തു. നല്ല രീതിയിലെ റെസ്പോൺസ് ഉണ്ട്. കാരണം എനിക്ക് വേറൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു ഫീലിങ്ങോ കാര്യങ്ങളോ ഇല്ല. കാരണം ഇവിടുത്തെ പ്രവർത്തകരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ്. കാരണം എനിക്കൊരു ഒരു ഒരു പുതിയൊരു സ്ഥലത്ത് നിന്ന് ഇവരുടെ അടുത്തൊക്കെ എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്, സ്ട്രേഞ്ചേഴ്സ് അല്ലേ. അപ്പം പക്ഷേ നല്ല രീതിയിൽ നമ്മളെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് പെരുമാറുന്നത്, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഏതൊരു സ്ഥലത്ത് പോയാലും എന്നെ അറിയാവുന്ന 1-2 പേര് അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും വരാറുണ്ട്, ഭയങ്കര സ്നേഹം കാണിക്കാറുണ്ട്. പിന്നെ എല്ലാവരുടെ അടുത്തും, അത് പാർട്ടിയില്ല, മതമില്ല, ഒന്നുമില്ല, എല്ലാവരുടെ അടുത്തും പോയി എന്ത് ജോലി ചെയ്യുന്ന ആളാണ് എന്താണെങ്കിലും എല്ലായിടത്തും വിത്ത് ഓൾ റെസ്പെക്ട് പോയി ഞാൻ കൈ കൊടുക്കാറുണ്ട്, സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാറുണ്ട്, അനുഗ്രഹിക്കണമെന്ന് പറയാറുണ്ട്. ഇപ്പോൾ നമ്മുടെ കാലഘട്ടം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ 2026 ഇപ്പോൾ ഒരു കാലഘട്ടങ്ങൾ 40-50 വർഷങ്ങൾക്ക് മുമ്പ് മൊബൈൽ, സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലഘട്ടം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ കാലഘട്ടവും മാറി AI യുഗവുമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ AI യുഗത്തിൻ്റെ അനുസരിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്നുള്ള നിലയിലാണ് താങ്കളെ പൊതുജനങ്ങളിൽ അറിയുന്നത്. പക്ഷേ താങ്കൾ പൊതുവായ പല കാര്യങ്ങളും ഇടപെട്ടതായിട്ട് കാണാൻ കഴിയുന്നു. ഇപ്പോൾ പൊതു സമൂഹ വിവാഹത്തിലാവട്ടെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലാവട്ടെ, ഇത്തരം കാര്യങ്ങൾ താങ്കളും താങ്കളുടെ ഫാമിലിയായിട്ട് ചെയ്യുന്നതായിട്ട് അറിയുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ? ഞാൻ യൂഷ്വലി ചെയ്യുന്ന കാര്യങ്ങൾ മോസ്റ്റ്ലി അങ്ങനെ പുറത്ത് പറയാറില്ല. പിന്നെ ചില കാര്യങ്ങൾ ഏതെങ്കിലും വീഡിയോസ് എടുത്തിട്ട് വളച്ചൊടിച്ചൊക്കെ ചിലപ്പോൾ പുറത്ത് കാണിച്ച് എന്നെ ട്രോളാറും പിന്നെ ഒരു കോൺട്രവേഴ്സി ആക്കാൻ ശ്രമിക്കാറുണ്ട്. മാക്സിമം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പുറത്ത് പറയാറില്ല, കാരണം അതല്ലേ എൻ്റെ ഒരു ശരി. അല്ല, ഈ രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ ചെയ്യാത്ത കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും ഒക്കെ പുറത്ത് പറഞ്ഞ് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി വാങ്ങുകയും ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം കിട്ടുകയൊക്കെയാണ് അവർ അതിനകത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ ചേട്ടാ, ഞാനൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ഒരു 7 വർഷം. അപ്പോൾ ഞാൻ ട്രീറ്റ് ചെയ്തിരുന്ന പേഷ്യൻസ് ആണെങ്കിലും നോക്കിയിരുന്ന പേഷ്യൻസ് ആണെങ്കിലും അവരാരാണെന്ന് ചേട്ടനെ അറിയത്തില്ല. ഞാൻ കാരണം അവർക്കൊരു ഹെൽത്ത് വൈസ് ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് അവർക്കൊരു ആശ്വാസം വന്ന കാര്യം അതൊരു എന്താ പറയുക, ഒരു സർവീസ് തന്നെയാണ്, മനസ്സിലായില്ലേ. അപ്പോൾ അത് ഞാൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു, കുറച്ച് പേരിലേക്ക് മാത്രമേ എൻ്റെ സർവീസ് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാനിപ്പോൾ ബിഗ് ബോസിൽ വന്നു, എനിക്കൊരു എയിം ഉണ്ടായിരുന്നു പൊളിറ്റിക്സിലേക്ക് വരണമെന്നുള്ളത്, സത്യസന്ധമായിട്ട് പറയുന്നത് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ ഞാൻ ചൂസ് ചെയ്തതും. ഞാൻ ഈ ഒരു ഷോയിലേക്ക് വരെയും മാക്സിമം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയും ഒരുപാട് ജനങ്ങളിലേക്ക് എത്തുകയും ഇപ്പോൾ ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള വലിയ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി, ഇന്ത്യയിൽ വലിയൊരു പാർട്ടിയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആദ്യമേ തന്നെ തന്നിട്ട് എന്തുകൊണ്ടായിരിക്കും അത് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ഒന്നിനും കൊള്ളാത്ത അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവർ ഈ റെസ്പോൺസിബിലിറ്റി എനിക്ക് തരത്തില്ല. അപ്പം ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റി കറക്റ്റായിട്ട് ഞാൻ നോക്കുമെന്ന് അവർക്കൊരു വിശ്വാസം തോന്നിയതും എന്നെക്കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ജയിക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റുമെന്നും വിചാരിച്ചിട്ട് തന്നെയാണ് എനിക്ക്. അതേപോലെ തന്നെ താങ്കൾ പങ്കെടുത്തിരുന്ന ബിഗ് ബോസിൽ താങ്കൾക്ക് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ടത് പുറത്താകും എന്നുള്ളൊരു അഭ്യൂഹം മൊത്തത്തിൽ പകർന്നു കഴിഞ്ഞപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളോ മണിക്കൂറോ കൊണ്ട് കോടിക്കണക്കിന് വോട്ടാണ് അവിടെ കിട്ടിയത്. പക്ഷേ ഔദ്യോഗികമായിട്ട് ഈ വോട്ട് കിട്ടിയെങ്കിലും അവരുടെ നിയമവല അനുസരിച്ച് താങ്കളെ പുറത്താക്കുകയുണ്ടായി. ഇതേപോലെ ഇത്തരത്തിൽ ജനഹൃദയങ്ങൾ, കുണ്ടറ മണ്ഡലത്തിൽ നിന്നുള്ള ജനഹൃദയങ്ങൾ താങ്കളുടെ പ്രവർത്തനങ്ങൾ
താങ്കൾ ചെയ്യുന്ന കാര്യം വെച്ചാൽ നമ്മൾ ഏത് മേഖലയിൽ ചെന്നപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു മേഖലയാണ് മനുഷ്യനെ സംബന്ധിച്ച്. അവരെ ക്യാബിലെത്തുമ്പോൾ അവരെങ്ങനെയാണോ പെരുമാറുന്നത് അതാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടുന്നത്. അങ്ങയുടെ ഇവിടുത്തെ കുറച്ച് വരുന്ന 10-15 നാളത്തെ പ്രവർത്തനം കൊണ്ട് ഈ ജനങ്ങളുടെ മനസ്സിൽ വോട്ടാക്കി മാറ്റാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ടോ? തീർച്ചയായും ഉണ്ട്. കാരണം എൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബിഗ് ബോസ് പോയത് തന്നെയാണ്, വിത്ത് ഓൾ റെസ്പെക്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേരിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചത്. പിന്നെ ബേസിക്കലി ഞാൻ പ്രൊഫഷണലി ഒരു ഡോക്ടർ ആയതും എനിക്കൊരു അഡ്വാൻറ്റേജാണ്. കാരണം ഒന്നാമത്തെ കാര്യം കുറച്ച് ഫെയിമാണ്, രണ്ടാമത്തെ കാര്യം ഞാൻ ഡോക്ടറാണ്. ഒരു ഡോക്ടർ എന്ന് പറയുമ്പം എനിക്ക് എൻ്റെ മുന്നിൽ വരുന്ന ഒരു മനുഷ്യൻ്റെ ഇമോഷൻസ്, വിഷമം, സങ്കടം, അയാളുടെ അവസ്ഥ, എമ്പതി, ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. അപ്പം ആ ഒരു രീതിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നാൽ കഴിയുന്നത് എന്തെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുക്കാനുള്ളൊരു മനസ്സെനിക്കുണ്ട്. നമ്മൾ ഡോക്ടർ ആയിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണ് മുന്നിൽ വരുന്ന ഒരു വ്യക്തിക്ക് ആശ്വാസം കൊടുക്കാം, അവരുടെ പ്രശ്നങ്ങൾ മാറ്റാം. സോ അത് ഞാൻ ട്രീറ്റ് ചെയ്തിരുന്ന ഒരു ഡോക്ടർ, ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടർ ആയത് കാരണം എനിക്കതൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ ഞാൻ എല്ലാ മനുഷ്യരെയും ഒരേപോലെ കണക്കാക്കുന്ന ഒരാളാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഏതെങ്കിലും ഒരു പേഷ്യൻറ്റ് ഇന്ന മതത്തിലോ ഇന്ന ജാതിയിലോ അല്ലെങ്കിൽ ഇന്ന നിറമോ ഇതൊന്നും നോക്കത്തില്ല, എല്ലാ മനുഷ്യരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് കൊച്ചു കുട്ടികൾ മുതൽ പ്രായവർ വരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ എല്ലാവർക്കും യൂത്ത് വോട്ട്സ് ഉണ്ട്, പലരും വോട്ട് ചെയ്യാറില്ല. എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റാണ് മാക്സിമം എല്ലാവരും വോട്ട് ചെയ്യണം. നമ്മുടെ നാടിന് നിങ്ങളുടെ വോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.